ഹായ് ഫ്രണ്ട്സ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് യാതൊരുവിധ പ്രാധാന്യവും നൽകാതെ ഷോർട്ട് ടേം ട്രേഡിങ്ങിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ധാരാളം ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഷോർട്ട് ടേം ട്രേഡിംഗ് ഒരു ഭാഗ്യപരീക്ഷണമാണ്, അത് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഓൾവേസ് അൺപ്രഡിക്റ്റബിൾ ആണ്, പ്രത്യേകിച്ച് ഷോർട്ട് ടേമിൽ എപ്പോഴും അത് അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് അതിന് പിന്നിൽ ഒരു ബിസിനസ് ഉണ്ട്. ഈ ബിസിനസ് പലപ്പോഴും ഡൗൺ ട്രെൻഡിലാവാം, ചിലപ്പോൾ അപ്പ് ട്രെൻഡിലാവാം. അത് സ്വാഭാവികമാണ്. നമുക്ക് തന്നെ നമ്മുടെ ഡെയിലി ജീവിതത്തിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അത് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു പുതിയ ബിസിനസ് ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ട്രാക്കിൽ വരണമെങ്കിൽ വർഷങ്ങളെടുക്കും. അതേപോലെ തന്നെ ഓൾറെഡി ട്രാക്കിലായ ബിസിനസ്സുകളിലും ചില സമയത്ത് ഡൗൺ ട്രെൻഡും പിന്നീട് തിരിച്ചു വരുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ കമ്പനികളുടെ നിയന്ത്രണത്തിലല്ലാത്ത എക്കണോമിക് ഫാക്ടേഴ്സ്, അതിൽ കമ്പനികൾക്ക് ഒന്നും ചെയ്യാമെങ്കിൽ അത് അതിൻ്റേതായ ടൈമിന് വിട്ടുകൊടുക്കുക എന്ന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ചില കാര്യങ്ങൾ കമ്പനിക്കുള്ളിൽ നിന്ന് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. നല്ലൊരു മാനേജ്മെൻ്റ് ആണെങ്കിൽ അവർ ഇത്തരം ബിസിനസ് വെല്ലുവിളികളെ തരണം ചെയ്തുകൊണ്ട് എപ്പോഴും ഒരു റിക്കവറി നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം അതിനുവേണ്ടി ആ കമ്പനി തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പോലെയുള്ള മേഖലകളിൽ വലിയ പണവും മാൻ പവറും ഒക്കെ അവർ മാറ്റിവെക്കുന്നുണ്ട്. അപ്പോൾ ഈ ബിസിനസ് റിക്കവറി ചെയ്യുക എന്ന് പറയുന്നത് അതിന് വളരെയധികം സമയം ആവശ്യമായി വരും. അത് ഒരു മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ ചിലപ്പോൾ 1 വർഷം കൊണ്ടോ നടന്നെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷമ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രത്യേകിച്ച് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു ടൈം നമ്മൾ നൽകേണ്ടതുണ്ട്. നമ്മളുടെ വെൽത്ത് വളരാൻ ടൈം നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം വേണം ഇവിടെ നോക്കാം. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് കോൾഗേറ്റ് പാമോലിവ് എന്ന സ്റ്റോക്ക്, അതിൻ്റെ 5 വർഷത്തെ ചാർട്ട് നോക്കുക. 1500 രൂപ മുതൽ ഇടയ്ക്കൊക്കെ 1700 പോയി, പിന്നീട് 1500 തിരിച്ചു വന്നു. ഈ രീതിയിൽ 2019 മുതൽ 2023 വരെ ആ ഒരു റേഞ്ചിലാണ് ഈ സ്റ്റോക്ക് കിടന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2019 1500 രൂപയ്ക്ക് ഈ സ്റ്റോക്ക് വാങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം 2023 വരെ ഒരു ഗെയിനും അയാൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ വില 2600 എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 2600 ഈ ഒരു റാലി നടന്നത് വെറും 1 വർഷം കൊണ്ടാണ്. ആ ഈ 1 വർഷം കൊണ്ടാണ് മൊത്തത്തിൽ അയാളുടെ ആ ഒരു വെൽത്ത് അല്ലെങ്കിൽ അയാളുടെ പണം അയാൾ റിക്കവർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ റേഞ്ചിൽ നിന്ന സമയത്ത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്കാണ് ഇപ്പോൾ ഈ നേട്ടം കൊയ്യാൻ സാധിച്ചിട്ടുണ്ടാകുക. എന്നാൽ 1500 റേഞ്ചിലായിരുന്നപ്പോൾ ആരും മൈൻഡ് ചെയ്യാതെ ആ സ്റ്റോക്ക് ഈ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമുക്കെല്ലാം സുപരിചിതമായ ഒരു സ്റ്റോക്കാണത്. അവരുടെ പ്രൊഡക്റ്റ് നമുക്കറിയാം, നമ്മളത് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ബ്രഷ് ആയാലും അതിൻ്റെ പേസ്റ്റ് ആയാലും നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇനിയും എത്രയോ കാലം നമ്മൾ അത് തന്നെ ഉപയോഗിക്കുക. ചിലപ്പോൾ നമ്മൾ മരിക്കുന്നത് വരെ ഈ പേസ്റ്റ് തന്നെയായിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുക. എന്നിട്ട് പോലും നമ്മൾ ആ കമ്പനിയുടെ വളർച്ചയിൽ സംശയിച്ചു, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസിൽ നമുക്ക് വിശ്വാസം ഉണ്ടായില്ല. പക്ഷേ കമ്പനി തീർച്ചയായും വളർന്ന് ഈ ഒരു ഘട്ടത്തിൽ. അപ്പോൾ ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള, ലാർജ് ക്യാപ്പ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല ക്യാപിറ്റലൈസേഷനും നല്ല ഫണ്ടമെൻ്റൽസുള്ള ഏതൊരു സ്റ്റോക്കും അത് റിക്കവർ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോഴും പല ലാർജ് ക്യാപ് സ്റ്റോക്കുകളും നമുക്ക് ഈ കോൾഗേറ്റ് പാമോലിവ് കഴിഞ്ഞ 3-4 വർഷം മുമ്പേ ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് ആ ഒരു ലെവലിൽ നിൽക്കുന്നത് കാണാം. യാതൊരു അനക്കവും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ ഫേസിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അത്തരത്തിൽ കോവിഡ് കാലത്തെ PEയിലേക്ക് താണുപോയ, കാരണം നമുക്കറിയാം കോവിഡ് അനന്തര കാലത്ത് ഒരു വമ്പിച്ച ഒരു റാലി സ്റ്റോക്ക് മാർക്കറ്റൊക്കെ നടന്നിരുന്നു. ആ റാലിയിൽ പല സ്റ്റോക്കുകളുടെയും PE കുതിച്ചുയർന്നിരുന്നു. ആ ഒരു കുതിച്ചുയർന്ന സമയത്ത് ഉണ്ടായിരുന്ന PEയിലും താഴ്ന്ന് ഇപ്പോൾ നിൽക്കുന്ന 6 സ്റ്റോക്കുകളെ കുറിച്ചാണ് നിങ്ങളോട് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ R4Iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ ഒന്നാമത്തെ സ്റ്റോക്ക് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ ഏകദേശം 2800 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെ ഹൈ പോയിട്ടുള്ളത് 3500 വരെ, അല്ലെങ്കിൽ 3600 ആ ഒരു റേഞ്ചിൽ വരെ പോയിരുന്നു. സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ PE 50 എന്നുള്ള ഒരു റേഞ്ചിലാണ്. ഇൻഡസ്ട്രി PE ആണെങ്കിൽ 45ആണ്. അപ്പോൾ ഇൻഡസ്ട്രി PEയോട് അടുത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ഏഷ്യൻ പെയിൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും അങ്ങനെ കാണാൻ കഴിയാറില്ലായിരുന്നു. അപ്പോൾ അതിനോട് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്കിൻ്റെ 5 വർഷത്തെ ഒരു മീഡിയൻ PE നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അത് 76 വരെയായിരുന്നു മീഡിയൻ PE. അപ്പോൾ അതിൽ നിന്നും
ഏകദേശം 25 പോയിൻറ്റോളം താഴ്ന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ 52 വീക്ക് ഹൈയിൽ നിന്നും ഈ സ്റ്റോക്ക് ഇപ്പോൾ ഏകദേശം 20% കറക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ കോവിഡ് അനന്തരം ഉണ്ടായിട്ടുള്ള റാലിയിൽ ഈ സ്റ്റോക്കിൻ്റെ PE 100-നടുത്ത് വരെ എത്തിയിരുന്നു. അപ്പോൾ അത്രമാത്രം വാല്യുവേഷനിൽ എത്തിയ ഒരു സ്റ്റോക്കാണ് ഇപ്പോൾ നമുക്ക് ഇത്ര വലിയൊരു ഡിസ്കൗണ്ടിൽ ലഭ്യമായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചുള്ളത് എന്നും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 5% സെയിൽസ് ഗ്രോത്ത്, അതായത് നെഗറ്റീവിൽ സെയിൽസ് ഗ്രോത്ത് പോയിട്ടില്ല. ഇനി പ്രോഫിറ്റ് ഗ്രോത്ത് ആണെങ്കിൽ 42% കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന ക്വാർട്ടർലി റിസൾട്ടുകളിൽ ഇയർ ഓൺ ഇയറിൽ 5% ഒരു ഗ്രോത്ത് സെയിൽസിൽ കാണിക്കുന്നുണ്ട്. ക്വാർട്ടർലി പ്രോഫിറ്റ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 35% ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ സെയിൽസിലായാലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ആയാലും നെറ്റ് പ്രോഫിറ്റ് ആയാലും ഏണിംഗ് പെർ ഷെയർ എല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുള്ള ഈ സെക്ടറിലുള്ള ഒരു മാർക്കറ്റ് ലീഡിംഗ് കമ്പനിയാണ് ഏഷ്യൻ പെയിൻറ്റ്സ്. അപ്പോൾ ഈ സെക്ടറിലുള്ള ചില പ്രശ്നങ്ങൾ കാരണമാണ് ഇപ്പോൾ ഇത് ഡൗൺ ആയിട്ടുള്ളത്. തീർച്ചയായും അത് റിക്കവർ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് HDFC ബാങ്കാണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 1400 എന്നുള്ള റേഞ്ചിലാണ്. ഇതിൻ്റെ ഏറ്റവും ഹൈ പോയിട്ടുള്ള 1758 വരെയാണ്. ആ ഒരു പ്രൈസ് ലെവലിൽ നിന്ന് ഇപ്പോൾ സ്റ്റോക്ക് നമുക്ക് 17% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 16ആണ്. ഇൻഡസ്ട്രി PE 12ആണ്. ഇൻഡസ്ട്രി PEനേക്കാളും കൂടുതലാണെങ്കിലും 5 ഇയർ മീഡിയം PE നോക്കിക്കഴിഞ്ഞാൽ 22ആണ് അതിൻ്റെ മീഡിയൻ PE. അവിടെ നിന്നും എത്രയോ താഴ്ന്നുകൊണ്ട് 16ലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ 2.74 ആണ്. 3-ൽ താഴെയാണ്. അതൊരു റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ്. ഇനി PEG റേഷ്യോ നോക്കുകയാണെങ്കിൽ ഗ്രോത്തുമായിട്ട് PE റേഷ്യോ കമ്പയർ ചെയ്യുമ്പോൾ 0.81 മാത്രമാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സ്റ്റോക്ക് ഇപ്പോഴും അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റോക്കിലും നമുക്ക് അതിൻ്റെ കോവിഡിന് ശേഷം ഉണ്ടായ റാലി നോക്കുകയാണെങ്കിൽ അത് 28 വരെ ഇതിൻ്റെ PE പോയിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ 16ലേക്ക് താഴ്ന്നിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 47.5 കാണുന്നുണ്ട്. കൂടാതെ ക്വാർട്ടർലി സെയിൽസ് അതിൻ്റെ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 73% ഉണ്ട്. പ്രോഫിറ്റ് ഗ്രോത്ത് 35% ഉണ്ട്. ഇപ്പോൾ HDFC ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ബിയറിഷ് ട്രെൻഡ് എന്ന് പറയുന്നത് താൽക്കാലികമാണ്. സെയിൽസ് ആയാലും നെറ്റ് പ്രോഫിറ്റ് ആയാലും ഏണിംഗ് പെർ ഷെയറോ എല്ലാം ക്രമാനുഗതമായിട്ട് ഈ സ്റ്റോക്കിൽ വളരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ഹൈയിലേക്ക് തീർച്ചയായും തിരിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് HDFC ബാങ്ക്. അപ്പോൾ ഇപ്പോഴത്തെ PSU ബാങ്കിൽ ഉണ്ടായിട്ടുള്ള ഒരു അപ് ട്രെൻഡ് അത് എപ്പോൾ അവസാനിക്കുന്നു അപ്പോൾ പ്രൈവറ്റ് ബാങ്കിലുള്ള അപ് ട്രെൻഡ് ആരംഭിക്കും എന്നാണ് പൊതുവെ അനലിസ്റ്റുകൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തീർച്ചയായും ഒരു ഗ്രോത്ത് HDFC ബാങ്കിൽ പ്രതീക്ഷിക്കാം. അടുത്തത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്ന കമ്പനിയാണ്. നമുക്കെല്ലാം സുപരിചിതമായ ഒരു കമ്പനിയാണ്. ഇത് കറണ്ട് പ്രൈസ് ഇപ്പോൾ 2300 റേഞ്ചിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2770 വരെ ഇതിൻ്റെ ഹൈ പ്രൈസ് പോയിരുന്നു. ഓൾ ടൈം ഹൈ 2859ആണ്. സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ PE 54 എന്നുള്ള റേഞ്ചിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇൻഡസ്ട്രി PE ആണെങ്കിൽ 55ആണ്. ഒരിക്കലും അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമേ ഈ പറയുന്ന ഹിന്ദുസ്ഥാൻ യൂണിലിവർ അതിൻ്റെ ഇൻഡസ്ട്രി PEയേക്കാൾ താഴെ വന്നിട്ടുള്ളൂ. അത്തരമൊരു സന്ദർഭമാണ് ഇപ്പോൾ നമുക്ക് അത് സംജാതമായിട്ടുള്ളത്. അതായത് ഇതിൻ്റെ മീഡിയം PE നോക്കുക, 5 വർഷത്തെ മീഡിയം PE 65ആണ്. അതിൽ നിന്നും 10 പോയിൻറ്റോളം താഴ്ന്നുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ 52 വീക്ക് ഹൈ പ്രൈസിൽ നിന്ന് ഇപ്പോൾ 14% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കോവിഡ് അനന്തരം ഉണ്ടായിട്ടുള്ള ഒരു വമ്പിച്ച റാലിയിൽ 80 എന്നുള്ള PE വരെ ഈ സ്റ്റോക്ക് എത്തിയിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ബിസിനസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഇഫ് യു സ്പീക്ക് ഹോണസ്റ്റ്ലി ദ ബിസിനസ് ഗ്രോത്ത് ഇതിൽ ദൃശ്യമല്ല. ഇപ്പോൾ സെയിൽസ് ആയാലും പ്രോഫിറ്റ് ആയാലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ആയാലും EPS ആയാലും എല്ലാം കഴിഞ്ഞ 4 ക്വാർട്ടറുകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ക്വാർട്ടറൊക്കെ നോക്കുകയാണെങ്കിൽ അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഇതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായിട്ടുള്ള ഇൻഫ്ലേഷനാണ്. അപ്പോൾ ആ ഇൻഫ്ലേഷൻ കാരണം റൂറൽ അതുപോലെ മേഖലയിലുള്ള ജനങ്ങൾ, അതുപോലെ മിഡിൽ ലോവർ ക്ലാസ്സിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബൈങ് പവർ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹിന്ദുസ്ഥാൻ ലീവറിൻ്റെ പ്രൊഡക്റ്റുകൾ കുറച്ചുകൂടി അപ്പർ ക്ലാസ് ലെവലിലുള്ള പ്രൊഡക്റ്റുകളാണ്. ഇത്തരം പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുവാൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല ബൈങ് പവർ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ജനങ്ങൾ എത്തുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായും ഇതിൽ നല്ല സെയിൽസും ഗ്രോത്തും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ തീർച്ചയായും
ആ സമയത്ത് ഈ സ്റ്റോക്ക് പ്രൈസിൽ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റും നമുക്ക് കാണാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് ബജാജ് ഫിനാൻസ് ആണ്. കറണ്ട് പ്രൈസ് 6400 എന്നുള്ള ലെവലാണ്. ഇതിൻ്റെ ഹൈ പോയത് 8192 വരെയാണ്. സ്റ്റോക്ക് ഇപ്പോൾ അവിടെ നിന്ന് 21% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് കാണാൻ കഴിയുന്നത്. സ്റ്റോക്കിൻ്റെ PE 28.8 ആണ്. ഒരു മീഡിയം PE നോക്കുകയാണെങ്കിൽ 48 ആണ്. അതിൽ താഴെയാണ് സ്റ്റോക്ക്. PEG റേഷ്യോ 0.81 ആണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ബജാജ് ഫിനാൻസ് നമുക്ക് അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇത് ഒരു അപൂർവമായിട്ട് കാണാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കോവിഡാനന്തര റാലിയിൽ ഈ സ്റ്റോക്കിൻ്റെ PE 100-നടുത്ത് എത്തിയിരുന്നു. വാല്യുവേഷൻ ഇപ്പോൾ അതിൽ നിന്ന് 3-1 ചുരുങ്ങിയിരിക്കുകയാണ്. സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 32% സെയിൽസ് ഗ്രോത്തും അതുപോലെ 28% പ്രോഫിറ്റ് ഗ്രോത്തും കഴിഞ്ഞ വർഷത്തെ 4 ക്വാർട്ടറും ഈ വർഷത്തെ 4 ക്വാർട്ടറും കമ്പയർ ചെയ്യുമ്പോൾ ഒരു വമ്പിച്ച ഗ്രോത്താണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 70% ഉണ്ട്. ഇനി നമ്മൾ ക്വാർട്ടർലി സെയിൽസിൻ്റെ ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 31%-ഉം പ്രോഫിറ്റ് 22%-ഉമാണ്. കമ്പനിയുടെ സെയിൽസ് ആയാലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ആയാലും നെറ്റ് പ്രോഫിറ്റ് ആയാലും ഏണിംഗ് പെർ ഷെയർ ആയാലും എല്ലാം വളർന്നുകൊണ്ടേ ഇരിക്കുക തന്നെയാണ്. ബജാജ് ഫിനാൻസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് കാണാൻ കഴിയില്ല ബിസിനസ്സിൽ. പക്ഷേ ഇവിടെ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം ജിയോ ഫിനാൻസിൻ്റെ എൻട്രിയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജിയോ ഫിനാൻസിൻ്റെ എൻട്രി എല്ലാവരും കണക്കൂട്ടുന്നത് അത് ടെലികോം സെക്ടറിൽ ജിയോ മുമ്പ് വന്നപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് ഇവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. യഥാർത്ഥത്തിൽ അതൊരു ഫോൾസ് ആയിട്ടുള്ള ഒരു അസംഷനാണ്. കാരണം ആ സമയത്ത് ടെലികോം സെക്ടറിൽ ഭാരതി എയർടെൽ അതുപോലെ വോഡഫോൺ ഐഡിയ പോലെയുള്ള അല്ലെങ്കിൽ BSNL പോലെയുള്ള ചെറിയ പ്ലെയേഴ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് പെനിട്രേറ്റ് ചെയ്യാൻ ജിയോക്ക് സാധിച്ചു. എന്നാൽ ഇപ്പോഴത്തെ ഈ ഫിനാൻസ് സെക്ടർ, പ്രത്യേകിച്ച് NBFC സെക്ടർ അത്ര സിമ്പിളല്ല. ഇവിടെ ഇഷ്ടം പോലെ കമ്പനികൾ, ചെറുതും വലുതുമായ 100 കമ്പനികളുണ്ട്. അപ്പോൾ അവിടെ മാർക്കറ്റ് ലീഡറാണ് ബജാജ് ഫിനാൻസ്. അപ്പോൾ അതത്ര ഈസി ആയിട്ട് ജിയോ ടെലികോം സെക്ടറിൽ ചെയ്ത പോലെയുള്ള ഒരു എൻട്രി ഇവിടെ നടത്താൻ ജിയോക്ക് അത്ര എളുപ്പമല്ല. അതുകൂടാതെ ഇനി അഥവാ ജിയോ ഫിനാൻസ് ഇവിടെ സക്സസ് ആയാൽ തന്നെ അത് ബജാജ് ഫിനാൻസിൻ്റെ ബിസിനസ്സിനെ യാതൊരു വിധത്തിലും ബാധിക്കാൻ പോകുന്നില്ല. കാരണം രണ്ടു പേർക്ക് അവരുടേതായ മാർക്കറ്റ് ഷെയർ ഉണ്ടാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ബജാജ് ഫിനാൻസിൽ ഒരു നെഗറ്റീവ് ട്രെൻഡ് ഉണ്ടാവേണ്ട കാര്യമില്ല. തീർച്ചയായും അത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് തിരിച്ചറിയും മാർക്കറ്റിൽ ഈ ബജാജ് ഫിനാൻസ് ഒരു തിരിച്ച് വരവ് നടത്തുമെന്ന് തന്നെയാണ് പൊതുവെ അനലിസ്റ്റുകൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത സ്റ്റോക്ക് ഇൻഫോസിസ് ആണ്. IT മേഖലയിലുള്ള ഒരു ലീഡിംഗ് കമ്പനിയാണ്. ഇതിൻ്റെ പ്രൈസ് 1600 എന്നുള്ള റേഞ്ചിലാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. 1733 വരെ അതിൻ്റെ ഈ 52 വീക്ക് ഹൈ ഉണ്ടായിരുന്നു. ഓൾ ടൈം ഹൈ നോക്കുകയാണെങ്കിൽ ഏകദേശം 2000-നടുത്ത് വരെ ഈ സ്റ്റോക്ക് പോയിരുന്നു. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 27.6 ഇൻഡസ്ട്രി PE ആണെങ്കിൽ 31, അതിലും താഴെയാണ് സ്റ്റോക്ക്. അതുപോലെ മീഡിയൻ PE 26. ആ ഒരു ലെവലിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഇപ്പോൾ അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് ഇപ്പോൾ ഒരു 6% കറക്ഷൻ മാത്രമേ ഉള്ളൂ. എങ്കിലും ഓൾ ടൈം ഹൈയിൽ നിന്ന് നല്ല കറക്ഷനുണ്ട്. സെയിൽസ് ഗ്രോത്ത് ആണെങ്കിൽ 8%, പ്രോഫിറ്റ് ഗ്രോത്ത് 3% കാണാൻ കഴിയുന്നു. തീർച്ചയായും ഇവിടെ സെയിൽസിൽ ഒരു ഡിപ്പ് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഡൗൺ ട്രെൻഡിലാണ് IT സ്റ്റോക്കുകളെല്ലാം തന്നെ. ഈ കമ്പനീൻ്റെ ബിസിനസ്സിൽ ഒരുവിധ ഗ്രോത്തും അറ്റ് പ്രസൻറ്റ് ദൃശ്യമല്ല. എന്നാൽ അമേരിക്കൻ IT മേഖലയിൽ ഉണ്ടാകുന്ന റിക്കവറി ആശ്രയിച്ചായിരിക്കും ഇന്ത്യയിലെ IT സ്റ്റോക്കുകളുടെ ഭാവി. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു അക്യുമുലേഷൻ സ്റ്റേജാണ്. ഇവിടെ നമ്മൾ നേരത്തെ കോൾഗേറ്റ് പാമോലിവിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞതുപോലെയുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്കുകളെല്ലാം നിൽക്കുന്നത്. അപ്പം അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത സ്റ്റോക്ക് ഐഷർ മോട്ടോഴ്സ് ആണ്. കറണ്ട് പ്രൈസ് 3829 അതിൻ്റെ ഹൈ പോയത് 4202 വരെയാണ്. ഹൈ പ്രൈസ് അത് തന്നെയാണ്, ഓൾ ടൈം ഹൈ പ്രൈസ് അത് തന്നെയാണ്. ഇനി ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ PE 27 ഇപ്പോൾ കാണുന്നത്. ഇൻഡസ്ട്രി PE ആണെങ്കിൽ 46, അതിൽ നിന്ന് എത്ര താഴെയാണ് ഈ സ്റ്റോക്ക് ഉള്ളത്. 5 ഇയേഴ്സ് മീഡിയം PE ആണെങ്കിൽ 37. അപ്പോൾ അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് ഇപ്പോൾ ജസ്റ്റ് 8% കറക്ഷനുള്ളൂ. പക്ഷേ കോവിഡാനന്തര റാലിയിൽ ഇതിൻ്റെ PE റേഷ്യോ 60 മുകളിൽ പോയിരുന്നു. അപ്പോൾ ആ ഒരു വാല്യുവേഷനിൽ നിന്നും നേർപകുതിയായിട്ട് ഇപ്പോൾ വാല്യുവേഷൻ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് ഗ്രോത്ത് ആണെങ്കിൽ 16%, പ്രോഫിറ്റ് ഗ്രോത്ത് 46% ഉണ്ട്. ക്വാർട്ടർലി ഇയർ ഓൺ ഇയർ സെയിൽസിൽ 12%, പ്രോഫിറ്റിൽ 34% വർധനവുണ്ട്. സെയിൽസും നെറ്റ് പ്രോഫിറ്റ് EPS എല്ലാം ക്രമാനുഗതമായിട്ട് വളരുന്ന ഈ സ്റ്റോക്ക് അതിൻ്റെ പ്രീവിയസ് ഹൈയിലേക്ക് തിരിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ 6 സ്റ്റോക്കുകൾ നിങ്ങൾ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് കൂടുതൽ
ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.